ഡ്രൈവ് ഫോർ എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റേറ്റ്, ക്യാപിറ്റൽ ആൻഡ് ലാംഗ്വേജസ് ആണ്. നിങ്ങൾക്ക് അറിയാം CUET UG ജനറൽ നോളജിലുള്ള ടോപ്പിക് ആണ് സ്റ്റേറ്റ്, ക്യാപിറ്റൽ ആൻഡ് ലാംഗ്വേജസ്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിന്റെ സ്പെഷ്യാലിറ്റി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ടോപ്പിക്കിനെയും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക് ലിമിറ്റഡ് ആണ്. അതായത് നിങ്ങൾക്കറിയാം ഒരു 28 സ്റ്റേറ്റ്സ് ആണ് നമുക്കുള്ളത്. ആ 28 സ്റ്റേറ്റ്സ് അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ ലാംഗ്വേജസ്, ഒഫീഷ്യൽ ലാംഗ്വേജും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പുഷ്പം പോലെ ആൻസർ ചെയ്യാം. ഇതിൽ ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. മറ്റുള്ള ടോപ്പിക്സിന്റെ സ്പെഷ്യാലിറ്റി അതല്ല, അതൊക്കെ പിന്നെ വൈഡായി കിടക്കും. ഇവിടുന്ന് എങ്ങനെ ചോദിക്കും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു ടോപ്പിക്കിൽ മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ് എന്ത്, അത് ലിമിറ്റഡ് ആണ്. അത് ഇത്ര എണ്ണേ ഉള്ളൂ. അതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് ആയി ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയായാലും ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, എന്നത്തെ പോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്, ക്യാപിറ്റൽ ആൻഡ് ലാംഗ്വേജസിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇന്ത്യ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് പോവാം നമ്മുടെ 10 ക്വസ്റ്റ്യൻസിലേക്ക്. സ്റ്റേറ്റ്, ക്യാപിറ്റൽ ആൻഡ് ലാംഗ്വേജസ്. ഓക്കെ, then a first question is ഇതാണ്, what is the capital of Maharashtra? മഹാരാഷ്ട്ര സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാം ആൻഡ് അതിന് ക്യാപിറ്റൽ ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര? ഏതാണ് ഇതിൽ? റായ്പൂർ, മുംബൈ, ജയ്പൂർ, ബാംഗ്ലൂരു. എവിടെയാണ്? റായ്പൂർ, മുംബൈ, ജയ്പൂർ, ബാംഗ്ലൂരു. ആൻഡ് ക്വസ്റ്റ്യൻ ഈസ് ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര നോക്കാം. റായ്പൂർ ആണോ, മുംബൈ ആണോ, ജയ്പൂർ ആണോ, ബാംഗ്ലൂരു ആണോ എന്നൊക്കെ നോക്കാം അല്ലെ. സോ ആൻസർ ഇസ് ബി, മുംബൈ. അപ്പൊ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ ഏതാണ്? മുംബൈ ആണ്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് അരുണാചൽ പ്രദേശ്? ഇപ്പൊ ഏതാണ് സ്റ്റേറ്റ്? ഏതാണ്? അരുണാചൽ പ്രദേശ് അല്ലെ. അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക, ഇറ്റാനഗർ, ചണ്ഡീഗഡ്, ഹൈദരാബാദ്, ചെന്നൈ. ചെന്നൈ അല്ല, നമുക്ക് ഉറപ്പാ അല്ലെ. അതെന്താ? ചെന്നൈ തമിഴ്നാടിന്റെ അല്ലേ. ഓക്കെ, ചെന്നൈ തമിഴ്നാടിന്റെ എന്താണ് ക്യാപിറ്റൽ ആണ്. അപ്പം ബാക്കിയുള്ളതൊന്നും വേണമെങ്കിൽ കൺഫ്യൂഷൻ വരാം. അതിൽ ഹൈദരാബാദ് അത്ര കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എന്നാലും ഈ രണ്ടെണ്ണത്തിൽ ഏതായിരിക്കും? എന്താണ്? ഇറ്റാനഗർ ആണ്. ചണ്ഡീഗറും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അല്ലെ. ഓപ്ഷൻസ് ഒക്കെ എന്താ സിമ്പിൾ ആണ്. സോ ഇറ്റാനഗർ ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ആൻസർ എ, ഇറ്റാനഗർ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള? ഇതറിയാതെ നിങ്ങൾ ആരും CUETക്ക് പോകണ്ട കേട്ടോ. ഇതറിയാത്തവർ ആരും പോകണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്താണ് ക്യാപിറ്റൽ ഓഫ് കേരള? അത് അറിയാതിരിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതാണ്? ഇവിടെ ജയ്പൂർ, കാലിക്കറ്റ്, തിരുവനന്തപുരം, കൊൽക്കത്തയാണ് തന്നിട്ടുള്ളത്. ജയ്പൂർ, കൊൽക്കത്ത ഒന്നും അല്ല അല്ലെ. പിന്നെ കാലിക്കറ്റ്, തിരുവനന്തപുരം ആണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ വരുന്നവർ ഞാൻ പറഞ്ഞാൽ പോകണ്ട. എന്താണ്? തിരുവനന്തപുരം ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ സംബന്ധിച്ച് സിമ്പിൾ ആണ്, ബിക്കോസ് ഇറ്റ്സ് അവർ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ ആൻസർ ഇസ് സി, തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരം, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ദെൻ വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ത്രിപുര? ത്രിപുരയുടെ ക്യാപിറ്റൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ഓഫ് ത്രിപുര. ഏതാണ് ത്രിപുരയുടെ ക്യാപിറ്റൽ? ആൻസർ ഓപ്ഷൻസ് നോക്കുക, ജയ്പൂർ, ജോധ്പൂർ, അഗർത്തല, ഉദയ്പൂർ. ഏതാണ്? ജയ്പൂർ, ജോധ്പൂർ, അഗർത്തല, ഉദയ്പൂർ. ഇതിൽ ഏതാണ് ത്രിപുരയുടെ ക്യാപിറ്റൽ? നോക്കാം അല്ലെ. സോ ആൻസർ സി, അഗർത്തല. അപ്പൊ അഗർത്തലയാണ് എന്ത്? ത്രിപുരയുടെ ക്യാപിറ്റൽ. ഓക്കെ, ഇത് ആ ഓർഡറിൽ തന്നെ പഠിച്ചിട്ട് പോവാ കേട്ടോ. സോ അവർ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ? എന്താണ് ക്യാപിറ്റൽ ഓഫ് രാജസ്ഥാൻ? രാജസ്ഥാന്റെ ക്യാപിറ്റൽ ഏതാണ്? നോക്കിയേ, ജയ്പൂർ, ഷിംല, ഭോപ്പാൽ, ഗാന്ധിനഗർ. ഇതിൽ ഏതാണ്? ജയ്പൂർ, ഷിംല, ഭോപ്പാൽ, ഗാന്ധിനഗർ. ഈ 4 ഓപ്ഷൻസിൽ ഏതാണെന്ന് പെട്ടെന്ന് ചൂസ് ചെയ്തേ. Yes. So answer is A, Jaipur. Okay, so Jaipur ആണ് രാജസ്ഥാന്റെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ. Okay, capital of Rajasthan is Jaipur. Okay, നോട്ട് ചെയ്യാം കേട്ടോ. Then നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ മോഡ് ഒന്ന് അങ്ങോട്ട് മാറ്റാം അല്ലെ. So sixth question is, what is the official language of Chhattisgarh? അല്ലെ, അതായത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണ്? ഏതാണ്? മറാത്തി, ബംഗാളി, ഹിന്ദി, ഒഡിയാണ് എന്തുള്ളത് ഓപ്ഷൻസിലുള്ളത്. ഏതാണ് ഛത്തീസ്ഗഡിന്റെ എന്ത് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്? നോക്കാം അല്ലെ. സോ ആൻസർ ഇസ് സി, ഹിന്ദി. ഹിന്ദിയാണ് ഛത്തീസ്ഗഡിന്റെ എന്ത് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, ദെൻ അവർ സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഉത്തർപ്രദേശ്? ഉത്തർപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്നാണ്. ഓക്കെ, ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഉത്തർപ്രദേശ് ഏതാണ്? ഓപ്ഷൻസ് നോക്കിയേ, നേപ്പാളി, പഞ്ചാബി, ഹിന്ദി, ഉറുദു. ഇതിൽ ഏതാണ് ഉത്തർപ്രദേശിന്റെ എന്തെന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ്? നോക്കാം.
ഏതാണ് ഉത്തർപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന്? സോ ആൻസർ ഇസ് ഹിന്ദി. ഓക്കെ, ഹിന്ദിയാണ് എന്ത് ഉത്തർപ്രദേശിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുറേയൊക്കെ നമുക്കറിയാം നോർത്തിലേക്ക് പോകുമ്പോൾ ഹിന്ദി വരും അല്ലെ, പക്ഷെ ഹിന്ദി അല്ലാത്ത ലാംഗ്വേജസും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഹിന്ദിൻ്റെതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വേറെ തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുമ്പോൾ സുഖമായിരിക്കും. Then our 8th question, what is the official language of Gujarat? Simple question ആണല്ലോ. What is the official language of Gujarat? ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സിന്ധി, ഹിന്ദി, ഗുജറാത്തി, ഉറുദു. ഗുജറാത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഗുജറാത്തി അല്ലേ, അല്ലാതെ വേറെ ഏതാ അല്ലേ? സോ കറക്റ്റ് ആൻസർ സി, ഗുജറാത്തി. ഓക്കെ, ഏതാണ് ഗുജറാത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ്? സി, ഗുജറാത്തി ആണ്. ഓക്കെ, 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. So our 9th question is, what is the official language of Haryana? അപ്പൊ ഇവിടെയാണ് ചോദിച്ചത് ഹരിയാനയുടെ അല്ലെ, ഹരിയാനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇവിടെ ഓപ്ഷൻസ് ഉള്ളത്? മൈഥിലി, ഉറുദു, പഞ്ചാബി, ഹിന്ദി. മൈഥിലി, ഉറുദു, പഞ്ചാബി, ഹിന്ദിയാണ് എന്തായിട്ടുള്ളത് ഓപ്ഷൻസ് ഉള്ളത്. നോക്കാം അല്ലെ. സോ ആൻസർ ഇസ് ഡി, ഹിന്ദി. ഓക്കെ, ഹിന്ദിയാണ് ഹരിയാനയുടെയും എന്ത് ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ എച്ച് ഹരിയാന, എച്ച് ഹിന്ദി ആ ലെവലിൽ നോക്കാം. ഓക്കെ, സോ ഹരിയാനയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? ഹിന്ദിയാണ്. ദെൻ വാട്ട് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കർണാടക? ഇസ് അവർ 10th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കർണാടക? നമ്മളെ എന്താണ് അയൽ സംസ്ഥാനമാണ്. സോ നമുക്ക് അറിയേണ്ടതാണ്. എന്താണ് ഇവിടെ ആൻസർ? ഉറുദു ഉണ്ട്, കന്നഡ ഉണ്ട്, മലയാളം ഉണ്ട്, മറാത്തി ഉണ്ട്. ഏതാണ്? ഓഫ് കോഴ്സ് ഇറ്റ്സ് കന്നഡ അല്ലേ, ഇറ്റ്സ് കന്നഡ. സോ ഇതാണ് നമ്മുടെ കർണാടകയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? കെ ഓർക്ക, കർണാടക കന്നഡയാണ് അല്ലെ. അപ്പൊ കേരളത്തിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇതാ മലയാളം. നമ്മളിപ്പോ മലയാളം സംസാരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് സെഷൻ. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യുക, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, സ്റ്റേറ്റ്സ് ആൻഡ് അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ ലാംഗ്വേജ്, എന്നിട്ട് അത് തെറോ ആയിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് UG CUT എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നന്നായിട്ട് തന്നെ പഠിക്കാം, നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക. ഹാപ്പി ലേണിംഗ്, ബൈ.